റസീഫ് ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയായിരുന്നു? മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷം തന്നെയായിരുന്നു രേഷ്മ. ഏതാണ്ട് 2.5 മണിക്കൂറോളം ഉദ്ഘാടന ചടങ്ങുകൾ നീണ്ടുനിന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരുന്നു. നാട്ടിൽ ഉള്ള അവിടുത്തെ പ്രദേശവാസികൾ, പിന്നീട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം മൊത്തത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതുകൊണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ, അതായത് ആദ്യ പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിയ ഇടപെടലുകളാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതലായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. 2013 പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത് അത് പറഞ്ഞ മുഖ്യമന്ത്രി, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും പരാമർശിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമായി. അതിനുശേഷം ഈ ആദ്യ സർക്കാർ ഈ പാറ പ്രശ്നവുമായി പാറ കിട്ടാത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായ പ്രതിസന്ധികൾ, ഓഖി, പ്രളയം, കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി എണ്ണി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടി ചില ശക്തികൾ, അത് വ്യാപാര മേഖലയിൽ പെടുന്ന, വാണിജ്യ മേഖലയുമായി ബന്ധപ്പെടുന്ന അന്താരാഷ്ട്ര മേഖല ലോബികൾ ഈ പദ്ധതി മുടക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അത് പക്ഷേ സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അങ്ങനെ കരൺ അദാനിയെയും കേന്ദ്ര സർക്കാരിനെ എല്ലാം പരാമർശിച്ച മുഖ്യമന്ത്രി, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ആ ചടങ്ങിൽ ഒരു ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമായിരുന്നു. അതിനുശേഷം സംസാരിച്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കരൺ അദാനി സംസാരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം നന്ദി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോട് പ്രവർത്തിച്ചുകൊണ്ടാണ് വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആദ്യഘട്ടം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം നൽകി. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, 2045 ഇതിന്റെ 4 ഘട്ടമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. 2045 തീരത്തുള്ളതെന്നാണ് വിചാരിച്ചത്, പക്ഷേ 2028 തന്നെ അത് തീരും. അങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ആ പദ്ധതി പൂർത്തീകരണം ഉണ്ടാവുകയും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വികസന ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി വിഴിഞ്ഞം പദ്ധതി മാറുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന്റെ മറ്റൊരു വാതിൽ തുറക്കുന്നതായിരുന്നു വിഴിഞ്ഞത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രേഷ്മ. ശരി.